വെൽക്കം ബാക്ക് ടു ഹാക്കിംഗ് മാസ്റ്റേഴ്സ് ബൂട്ട് ക്യാമ്പ്. എൻ്റെ പേര് വിഷ്ണു, സർട്ടിഫൈഡ് എത്തിക്കൽ ഹാക്കറാണ്. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്ന ടോപ്പിക് എന്ന് വെച്ച് കഴിഞ്ഞാൽ നെറ്റ്വർക്കിംഗ് ആണ്. നെറ്റ്വർക്കിംഗ് മീൻസ് ഞാൻ ഇത്ര നാൾ എടുത്തിട്ടുണ്ടായിരുന്നത് ആൻഡ്രോയിഡ്, വൈഫൈ. അപ്പോൾ ഇതിൻ്റെയൊക്കെ ബേസ് എന്ന് പറഞ്ഞ സാധനം നെറ്റ്വർക്കിംഗ് ആണ്. അപ്പോൾ നെറ്റ്വർക്കിനെ പറ്റി കുറച്ച് കാര്യം പറഞ്ഞിട്ട് പോകാനായിട്ടാണ്. ജസ്റ്റ് ഒന്നുമില്ല, ഞാൻ ഓട്ടിച്ച് പറഞ്ഞു പോകുന്നതാണ്. ഇത് വലിയ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കല്ല, പക്ഷേ ബാക്കിയുള്ള കാര്യങ്ങൾ ഇൻട്രസ്റ്റിംഗ് ആവണമെങ്കിൽ, അതായത് എന്ത് ഹാക്കിംഗ് ആയാലും, വൈഫൈ ആണെങ്കിലും ആൻഡ്രോയിഡ് ആണെങ്കിലും അല്ലെങ്കിൽ ഏതെങ്കിലും മെഷീൻ ഹാക്കിംഗ് ആണെങ്കിലും ട്രൈ ഹാക്ക് മീലുള്ള ഏതെങ്കിലും ഡിവൈസ് ആണെങ്കിലും എന്ത് സാധനമായാലും നമ്മൾ അത് ഇൻട്രസ്റ്റിംഗ് ആവണമെങ്കിൽ നമുക്ക് നെറ്റ്വർക്കിംഗ് അറിയണം. എന്താണ് IP അഡ്രസ്സിങ് അറിഞ്ഞിരിക്കണം, നെറ്റ്വർക്കിംഗ് അറിയണം, ടോപ്പോളജി, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ട്. ടൈപ്സ് ഓഫ് നെറ്റ്വർക്കൊക്കെ ഉണ്ട്. ഹാക്കിംഗ് ഒക്കെ ഒരു പോസിബിളായിട്ട് വരണമെങ്കിൽ ഇതാണ് ബേസ്. ഏറ്റവും ബേസ് എന്ന് പറഞ്ഞ സാധനം നെറ്റ്വർക്കിംഗ് ആണ്. ഇനി ഇത് നെറ്റ്വർക്കിംഗ് അറിഞ്ഞാലേ നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങൾ ഇൻട്രസ്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, നെറ്റ്വർക്കിംഗ്. ഈ നെറ്റ്വർക്കിംഗ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒരു ഡിവൈസ് മറ്റൊരു ഡിവൈസായിട്ട് കണക്റ്റായി തന്നെ നമുക്കൊരു നെറ്റ്വർക്കിംഗ് പറയാൻ പറ്റും. അപ്പോൾ ഇത് രണ്ടാവട്ടെ, രണ്ടിൽ കൂടുതൽ എന്ത് ഡിവൈസ് കണക്റ്റ് ആയാലും നെറ്റ്വർക്കിൻ്റെ അകത്ത് തന്നെ വരും. ഇൻഫർമേഷൻ ഷെയർ ചെയ്യാനായിട്ട് എന്ത് നമ്മൾ യൂസ് ചെയ്യണമെങ്കിലും അതൊരു നെറ്റ്വർക്കിൻ്റെ അകത്ത് തന്നെ വരണത്. ഇത്രയാണ് നമുക്ക് ടൈപ്സ് ഓഫ് നെറ്റ്വർക്ക്സിൻ്റെ അത് പറഞ്ഞത്. ലാൻ മീൻസ് ലോക്കൽ ഏരിയ നെറ്റ്വർക്ക്. ഞാൻ എപ്പോഴും പറയുന്ന കേസാണ്. ലോക്കൽ ഏരിയ നെറ്റ്വർക്ക് എന്ന് പറയുമ്പം നമുക്ക് ഒരു സ്മാൾ ഏരിയ, അതിന് ചെറിയൊരു ഏരിയ, ഒരു വീട്ടിൻ്റെ അകത്തും ഒരു ഓഫീസിൻ്റെ അകത്തും ഉണ്ടാവുന്ന ഒരു റൗട്ടറിൻ്റെ താഴെ, നമുക്ക് വീട്ടിൽ വയ്ക്കുന്ന വൈഫൈ ഉണ്ടല്ലോ, അതുപോലത്തെ അതിൻ്റെ താഴെ ഇഥർനെറ്റ് കേബിൾ, അങ്ങനത്തെ ഒക്കെ അതിൻ്റെ കീഴിൽ വർക്ക് ചെയ്യുന്ന സാധനങ്ങളൊക്കെയാണ് നമ്മൾ ലോക്കൽ ഏരിയ നെറ്റ്വർക്ക് എന്ന് പറഞ്ഞത്. അതിൻ്റെ ലോക്കൽ IP എന്നൊക്കെ പറയുമ്പോൾ ക്ലാസ് Cയിലൊക്കെ വരും. വാൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ, വാൻ മീൻസ് വൈഡ് ഏരിയ നെറ്റ്വർക്ക്. വൈഡ് ഏരിയ നെറ്റ്വർക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ചും കൂടി ലാർജ് ഏരിയയിൽ, നമ്മൾ നേരത്തെ പറഞ്ഞൊരു വീട്ടിൻ്റെ അകത്ത് ഒരു റൗട്ടറിൻ്റെ താഴെ പറഞ്ഞതാണ്. പക്ഷേ വൈഡ് ഏരിയ എന്ന് പറഞ്ഞാൽ കുറച്ചും കൂടി ഏരിയ പറ്റി പറഞ്ഞത്, അതായത് സിറ്റിക്കകത്തോ അല്ലെങ്കിൽ ഒരു കൺട്രിക്കകത്തോ വരുന്ന ഒരു വൈൽഡ് ഏരിയ നെറ്റ്വർക്കൊക്കെ വരില്ലേ, ആ ഒരു രീതിയിൽ പറഞ്ഞാണ് വൈൽഡ് ഏരിയ എന്ന് പറയുന്നത്. പിന്നെ മെട്രോപൊളിറ്റൻ ഏരിയ നെറ്റ്വർക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളൊരു സിറ്റിക്കകത്തോ അല്ലെങ്കിൽ ഒരു ക്യാമ്പസിൻ്റെ ഒരു വലിയൊരു ക്യാമ്പസ്, ഇതുപോലത്തെ കാര്യങ്ങൾക്കൊക്കെ നമ്മൾ യൂസ് ചെയ്യുന്ന സാധനമാണ് ഈ മാൻ എന്ന് പറഞ്ഞ സാധനം. ലോക്കൽ ഏരിയ നെറ്റ്വർക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ, ആ ലോക്കൽ ഏരിയ നെറ്റ്വർക്ക് നമ്മൾ യൂസ് ചെയ്യണ ഇഥർനെറ്റ് കേബിൾ വെച്ചായിരിക്കും യൂസ് ചെയ്യണത്. ഇത് വയർലെസ് ആയിട്ട്, അതായത് വൈഫൈ ആ രീതിയിലൊക്കെ നമ്മൾ യൂസ് ചെയ്യുന്ന സാധനത്തിനാണ് ഒരു കുറച്ചും കൂടി അഡ്വാൻസ്ഡ്, അതായത് വയർലെസ് ആയിട്ട് ടെക്നോളജിയൊക്കെ യൂസ് ചെയ്യണതിനാണ് നമ്മൾ WLAN, അതായത് വയർലെസ് ലോക്കൽ ഏരിയ നെറ്റ്വർക്ക് എന്ന് പറയുന്നത്. അടുത്ത് പേഴ്സണൽ ഏരിയ നെറ്റ്വർക്ക്, അതായത് പാൻ മീൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സ്മാൾ ചെറിയൊരു രീതിയിലുള്ള നെറ്റ്വർക്കിംഗ് ആണ്. അതായത് നമ്മൾ ലാപ്പ്, ഫോൺ, ഇങ്ങനത്തെ കാര്യങ്ങൾ കണക്ട് ചെയ്യാൻ അതൊക്കെ യൂസ് ചെയ്യണത്. പിന്നെ പറഞ്ഞാൽ ഹോം ഏരിയ നെറ്റ്വർക്ക്. ഹോം ഏരിയ നെറ്റ്വർക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ വീട്ടിൽ ഉപയോഗിക്കുന്ന നമുക്ക് ഹോം അപ്ലയൻസ് ഒക്കെ യൂസ് ചെയ്യില്ലേ, ഇതുപോലത്തെ ഡിവൈസ് കണക്ട് ചെയ്യാനൊക്കെയാണ് നമ്മൾ ഹോം ഏരിയ നെറ്റ്വർക്കിലോട്ട് പറഞ്ഞത്. ഗ്ലോബൽ ഏരിയ നെറ്റ്വർക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൽ തന്നെ പറയുന്നുണ്ട് ഗ്ലോബൽ ഏരിയ ഒരു ഇൻ്റർനാഷണൽ ലെവൽ, ആ രീതിയിലൊക്കെ പറയുന്ന നെറ്റ്വർക്കിനാണ് പറയുന്നത്. ഇൻ്റർനാഷണൽ ലെവലോ അല്ലെങ്കിൽ ഗ്ലോബൽ ലെവലോ ഒക്കെ പറയുന്ന നെറ്റ്വർക്കിനാണ് ഗ്ലോബൽ ഏരിയ നെറ്റ്വർക്ക്. നെക്സ്റ്റ് പറഞ്ഞാൽ നമ്മൾ ടോപ്പോളജിയിലോട്ടാണ്. ഇതാണ് ഞാൻ പറഞ്ഞ ടോപ്പോളജീസ്. അതായത് ബസ് വരുമ്പോഴത്തേക്കും ഞാൻ പറഞ്ഞല്ലോ സിംഗിൾ ലൈനിൽ വരും, ഒരൊറ്റ സിംഗിൾ ലൈനിൽ വന്നിട്ട് അവിടെ ഡിവൈസസ് കണക്ട് ചെയ്യുന്നതിനാണ് അത് പറയണത്. റിങ് വരുമ്പോഴത്തേക്കും ഇതേപോലെ വരും. അടുത്ത് മെഷ് വരുമ്പോൾ ഇങ്ങനെ വരും, സ്റ്റാർ വരുമ്പോൾ ഇങ്ങനെ വരും. ഇതുപോലെയാണ് നമുക്ക് മറ്റേ ടോപ്പോളജിയിലൊക്കെ പറയുന്നത്. ഹൈബ്രിഡ് എന്നൊക്കെ പറയുമ്പോഴത്തേക്കും ഇതിൻ്റെ രണ്ടിൽ ഏതെങ്കിലും പറഞ്ഞാൽ കോമ്പിനേഷൻ ചെയ്ത് വരും. അതായത് ഇപ്പോൾ ബസ് പോലത്തെ ഇതുണ്ടല്ലോ, ബസ് ടോപ്പോളജി പ്ലസ് സ്റ്റാർ ടോപ്പോളജി അല്ലെങ്കിൽ റിംഗ് ടോപ്പോളജി വരുമ്പോഴത്തേക്കും അത് ഹൈബ്രിഡ് ആകും. രണ്ടെണ്ണം കൂട്ടിച്ചേരുമ്പോഴത്തേക്കാണ് ഹൈബ്രിഡ് പോലെ ആവണത്. അപ്പോൾ ബസ്സായി, സ്റ്റാറായി, റിങ്ങായി, മെഷായി. ട്രീ ടോപ്പോളജി എന്ന് വെച്ച് കഴിഞ്ഞാൽ വേറെ ഒന്നുമില്ല, നമ്മൾ ഈ വേര് പോലെയൊക്കെ പോകത്തില്ലേ, ഇതുപോലത്തെ ടോപ്പോളജിയാണ് ട്രീ ടോപ്പോളജി എന്നൊക്കെ പറയണത്. അതത്രേ ഉള്ളൂ. പ്രോട്ടോകോൾസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കൊരു ഫയൽ സെൻഡ് ചെയ്യണമെങ്കിലോ അല്ലെങ്കിൽ റിസീവ് ചെയ്യണമെങ്കിലോ ഒരു പ്രോട്ടോക്കോളിൻ്റെ ആവശ്യമുണ്ട്. അതായത് നമുക്ക് TCP, UDP, FTP, HTTP, പിന്നെ SMT. TCP എന്ന് വെച്ച് കഴിഞ്ഞാൽ 3-way ഹാൻഡ് ഷേക്കിംഗ് ഒക്കെ പറഞ്ഞത്. അതായത് നമ്മൾ സിങ്ക്രണൈസ് ചെയ്യും, സിങ്ക്രണൈസ് പ്ലസ് അക്നോളജ്മെൻറ്റ് കിട്ടും, എന്നിട്ട് അക്നോളജ്മെൻറ്റ് കൊടുക്കും. ഇങ്ങനെ 3-way ഹാൻഡ് ഷേക്കാണ് നടക്കുന്നത്. അതുപോലെ തന്നെ HTTPയിൽ വരുമ്പോഴത്തേക്കും നമുക്ക് അറിയാം, നെറ്റിൽ സെർച്ച് ചെയ്യുമ്പോഴത്തേക്കും ഹൈപ്പർ ടെക്സ്റ്റ് ട്രാൻസ്ഫർ പ്രോട്ടോക്കോളിൽ അത് വർക്ക് ചെയ്യണത്. ഫയൽ ട്രാൻസ്ഫർ ചെയ്യാൻ വേണ്ടിയിട്ടാണെങ്കിൽ FTP ഉണ്ട്. SMTP ആണെങ്കിൽ അത് മെയിലിന് കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് അത് യൂസ് ചെയ്യണത്. അടുത്ത് POP3 എന്ന് പറയും. POP3 എന്ന് പോസ്റ്റ് ഓഫീസ് പ്രോട്ടോക്കോൾ. IMAP വരും, DNS വരും, ഡൊമൈൻ നെയിം സിസ്റ്റംസ്, DHCP വരും, SSL വരും, UDP വരും. UDP എന്നൊക്കെ ഞാൻ നേരത്തെ പറഞ്ഞ TCPയുടെ പോലത്തെ തന്നെയാണ് UDP പറഞ്ഞത്. ഈ UDP എന്നൊക്കെ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ മറ്റേ TCPയിൽ 3-way ഹാൻഡ് ഷേക്കിംഗ് ഒക്കെ നടക്കുന്നത്. നമ്മൾ ഗെയിമിങ്ങിനൊക്കെ യൂസ് ചെയ്യണ UDP ആണ് യൂസ് ചെയ്യണത്. ലിങ്ക് ചെയ്യാനായിട്ടൊക്കെ യൂസ് ചെയ്യണ സാധനം എന്ന് വെച്ച് കഴിഞ്ഞാൽ മറ്റേ ICMP ഒക്കെ യൂസ് ചെയ്യണ പ്രോട്ടോക്കോൾ.
അടുത്ത് നോക്കുമ്പോൾ നമുക്ക് കണക്ഷൻസ് ആണ്. അതായത് കണക്ഷൻ ഡിവൈസസ് ഒക്കെ ഇല്ലേ, അതൊക്കെയാണ് ഉദ്ദേശിക്കുന്നത്. ഈ റൗട്ടർ, സ്വിച്ച്, ഹബ്ബ്, മോഡം എന്ന് പറയുന്ന സാധനങ്ങൾ. നമുക്ക് റൗട്ടർ എന്നൊക്കെ പറയുമ്പോഴത്തേക്കും നമുക്കറിയാം, ഒരു നെറ്റ്വർക്കിൽ നിന്ന് മറ്റൊരു നെറ്റ്വർക്കിലോട്ട് നമുക്ക് ഒരു കോൺടാക്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട്, ഒരു കണക്ഷൻ കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന റൗട്ടറും കാര്യങ്ങളൊക്കെ ആയിട്ട്. അതിനൊക്കെ തന്നെ IP, ട്രാഫിക് ഇതുപോലത്തെയൊക്കെ മാനേജ് ചെയ്ത് പോകുന്ന സാധനമാണ്. പിന്നെ സ്വിച്ച് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ലോക്കൽ ഏരിയ നെറ്റ്വർക്ക് യൂസ് ചെയ്യുന്ന സാധനമാണ്. അതായത് നമുക്കൊരു കുറേ PC കളുണ്ട്. ഈ PC എല്ലാം കൂടി കണക്ട് ചെയ്യണം. അതായത് എതർനെറ്റ് കേബിൾ വെച്ച് കണക്ട് ചെയ്യണമെങ്കിൽ അങ്ങനത്തെ വരണമെങ്കിൽ സ്വിച്ച് വഴി കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് റൗട്ടറിൻ്റെ താഴെ സ്വിച്ച് കൊടുക്കും, സ്വിച്ചിൻ്റെ താഴെ മൾട്ടിപ്പിൾ കമ്പ്യൂട്ടർ കൊടുക്കും. ഇതാണ് നമുക്കൊരു പ്രോസസ്സിങ് വരുന്നത്. പിന്നെ ഹബ്ബ് എന്ന് വെച്ച് കഴിഞ്ഞാൽ മൾട്ടിപ്പിൾ ഡിവൈസുമായിട്ട് നെറ്റ്വർക്ക് വരുന്ന സാധനങ്ങളൊക്കെയാണ്. ഇങ്ങനത്തെ കുറേ ഡിവൈസസാണ് ഞാൻ ഇതിനകത്ത് ലിസ്റ്റ് ചെയ്തിരിക്കുന്നത്. ബ്രിഡ്ജ്, ഗേറ്റ് വേ, റിപ്പീറ്റർ എന്നൊക്കെ പറയുമ്പോഴത്തേക്കും റിപ്പീറ്ററൊക്കെ കോമൺ ആയിട്ട് ഒരു വീട്ടിൽ വരുന്ന സാധനം തന്നെ. 2 നില വരുമ്പോഴത്തേക്കും താഴെ ഒരു റൗട്ടർ വെച്ചിട്ടുണ്ടെങ്കിൽ മേലെ റൗട്ടർ കിട്ടാത്തവർ, അല്ലെങ്കിൽ മേലെ നമുക്ക് നെറ്റ് കിട്ടാത്തവർ, അല്ലെങ്കിൽ വീട്ടിൻ്റെ എല്ലാ ഏരിയയിലും കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ അവിടെ നിന്ന് റിപ്പീറ്റർ പോലെ വയ്ക്കും. പിന്നെ പ്രോക്സി സർവർ എന്ന് പറയുമ്പോഴത്തേക്കും ഒരു സെർവറിൽ തന്നെ കുറേ ലിങ്ക് ചെയ്ത് പോകണ കണക്കാൻ പ്രോക്സി സർവർ എന്ന് പറയുന്നത്. കുറേ സെർവറൊക്കെ ചേർന്ന് അത് ഇൻ്റർ കണക്ട് ചെയ്യുന്ന സാധനമൊക്കെയാണ് പറയുന്നത്. ലോഡ് ബാലൻസർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ DDoS അറ്റാക്ക് ഇങ്ങനെയൊക്കെ കേട്ടിട്ടുണ്ടാവും. അത് ഒരേ സമയം ഒരുപാട് റിക്വസ്റ്റ് പറഞ്ഞതിനെ നമുക്ക് ബാലൻസ് ചെയ്യാൻ വേണ്ടി ലോഡ് ബാലൻസർ വയ്ക്കും. അതൊക്കെയാണ് ഉദ്ദേശിക്കുന്നത്. പിന്നെ നെറ്റ്വർക്ക് ഇൻ്റർഫേസ് കാർഡ്, അത് NIC എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എല്ലാ കമ്പ്യൂട്ടറിൻ്റെ അകത്തും പറഞ്ഞ സാധനമാണ് NIC എന്ന് പറഞ്ഞ സാധനം. ഈ NIC വെച്ചാണ് നമുക്കൊരു MAC അഡ്രസ്സ് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ സ്പെസിഫൈ ചെയ്ത് പോകുന്നത്. നമുക്ക് റിക്വസ്റ്റ് പോകുമ്പോൾ തന്നെ ഞാൻ പറഞ്ഞിട്ട് MAC അഡ്രസ്സ് കൂടെ പോകും, നമ്മുടെ IP പോകും. MAC അഡ്രസ്സ് പ്രൊവൈഡ് ചെയ്യണത്. ഓക്കെ, അടുത്ത് പോകുന്നത് IP അഡ്രസ്സാണ്. IP അഡ്രസ്സിൽ തന്നെ നമുക്ക് ക്ലാസ് A, ക്ലാസ് B, ക്ലാസ് C, ക്ലാസ് 4D, ക്ലാസ് E, ഇങ്ങനെ 5 രീതിയിൽ ക്ലാസ് ചെയ്യും. നമ്മൾ ക്ലാസ് എയിലോട്ട് പറഞ്ഞത് IP എന്ന് പറഞ്ഞാൽ 1 to 126 വരെ. ലൂബാക്ക് IP എന്ന് പറയാം. ലൂബാക്ക് IP എന്ന് വെച്ച് കഴിഞ്ഞാൽ 127. അത് നമുക്ക് ലൂബാക്ക് IP ആണ്. അതായത് ലോക്കൽ ഹോസ്റ്റിനൊക്കെ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന സാധനമാണ്. അത് കഴിഞ്ഞ് പറഞ്ഞാൽ 128 തൊട്ട് 191 വരെ ക്ലാസ് B ആണ്. അടുത്ത് ക്ലാസ് സിയിലോട്ട് പോകുമ്പോഴത്തേക്ക് 192 തൊട്ട് 223 വരെ ക്ലാസ് സിയിൽ വരും. അത് കഴിഞ്ഞ് പിന്നെ പറഞ്ഞാൽ രണ്ട് തരമുണ്ട്. അതായത് ക്ലാസ് ഡിയും ക്ലാസ് ഇയും. ക്ലാസ് ഡി യൂസ് ചെയ്യണത് മൾട്ടി കാസ്റ്റ് ഇങ്ങനത്തെ സാധനത്തിനാണ് യൂസ് ചെയ്യണത്. ക്ലാസ് ഇ യൂസ് ചെയ്യണത് റിസർവ്ഡ് ആയിട്ടുള്ള IP ഒക്കെയാണ് നമ്മൾ യൂസ് ചെയ്യണം. ഈ IP V4 ഉണ്ട്, V6 ഉണ്ട്. അതായത് വെർഷൻ 4 ഉണ്ട്, വെർഷൻ 6 ഉണ്ട്. ഇപ്പം ഞാൻ IP4ൻ്റെ കേസ് മാത്രമേ പറഞ്ഞുള്ളൂ. IP4 വരുമ്പോൾ 32 ബിറ്റിൻ്റെ മാത്രമേ ഉള്ളൂ. IP6 പോകുമ്പോഴത്തേക്ക് അത് 128 മാറും. ഞാൻ ഇതിൻ്റെ ടോപ്പിക്കുകൾ എത്ര ഒന്ന് ഓട്ടിച്ച് പറഞ്ഞതേ ഉള്ളൂ. നെറ്റ്വർക്കിംഗ് എന്താണ്, ഒരു ബേസിക് ഒരു ഐഡിയ, ഒരു IP എന്താണ്, അല്ലെങ്കിൽ ഇതൊക്കെ എന്താണ് എന്നറിയാനുള്ള സാധനങ്ങളാണ്. ഇത്രയേ ഉള്ളൂ നെറ്റ്വർക്കിംഗ്. ഇത്രയല്ല, ഇഷ്ടം പോലെ ഉണ്ട് ഇതിൻ്റെ അകത്ത്. ഞാൻ ഇപ്പം ഓട്ടിച്ച് ടോപ്പിക്കുകൾ മാത്രമേ ഞാൻ പറഞ്ഞു പോയിട്ടുള്ളൂ. ജസ്റ്റ് ബ്രീഫ് നോട്ട് പോലെ പറഞ്ഞു പോയിട്ടുണ്ട്. ഈ IPയുടെ ക്ലാസ്സിന് ഏതാണ്ട് ഒരാഴ്ചത്തോളം ഉണ്ട്. ഈ IP4, IP6ൻ്റെ ബിറ്റുകൾ മാറുന്നത് എങ്ങനെയൊക്കെയാണ് ബാലൻസ് ചെയ്യാണോ, ലൂബാക്ക് IP എന്താണ്, ഇതൊക്കെ പറഞ്ഞു തന്നെ ഏതാണ്ട് ഒരാഴ്ചത്തോളം IPക്ക് തന്നെ ക്ലാസ് ഉണ്ട്. ഞാൻ ഒന്ന് ഓട്ടിച്ച് പോയെന്ന് മാത്രമേ ഉള്ളൂ. പിന്നെ നെറ്റ്വർക്ക് ടൈപ്പ്, LAN, WAN ഇതൊക്കെ തന്നെയാണ് ഇന്ന് എടുത്തിട്ടുണ്ട്. ഓക്കെ, നെറ്റ്വർക്കിൻ്റെ ഒരു ബ്രീഫ് നോട്ട് ക്ലാസ് കഴിഞ്ഞിട്ടുണ്ട്. അതിങ്ങനെ പറയാനേ പറ്റുള്ളൂ, കാരണം നെറ്റ്വർക്ക് തീർന്നൊന്നും ഒരിക്കലും പറയാൻ പറ്റില്ല, ഒരുപാടുണ്ട്. ഓക്കെ, ഇത്രയുള്ള ക്ലാസ്. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ്.